റോയൽ എൻഫീൽഡ് പുതിയ 350 നമ്മളുടെ മുന്നിലേക്ക് വന്നു. റൈറ്റ് സൈഡ് കവറിൻ്റെ അകത്താണ് OBD കപ്ലർ ഇരിക്കുന്നത്. കണ്ടാൽ നമ്മൾ നേരത്തെയൊക്കെ കാണുന്നത് പോലെ നല്ല പരിചയമുള്ള കപ്ലറാണ്. നമ്മളെ ബേസിക് ആയിട്ടുള്ള ലോഞ്ചിൻ്റെ മെഷീൻ ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്തു. നമുക്ക് നോക്കാം. നമ്മളെല്ലാം തന്നെ ലൈവ് ഡാറ്റ നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ലൈവ് ഡാറ്റ നോക്കുക. ക്യാൻ പ്രോട്ടോക്കോളിൽ തന്നെയാണ് ഇത് സൂട്ടാവുന്നത്. വണ്ടിക്ക് ഫോൾട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ECU കാണിക്കുന്നത് 0 ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ നേരെ ഡാറ്റ സ്ട്രീമിലേക്ക് പോവുക. ഡാറ്റ സ്ട്രീമിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ സെൻസറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ, സ്ലീപ്പായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. EOT സെൻസറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, MAP വർക്ക് ചെയ്യുന്നു, RPM വർക്ക് ചെയ്യുന്നു. VSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ സ്പീഡ് സെൻസറാണ്. അതും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താണല്ലോ നമ്മൾ നോക്കുന്നത്. പക്ഷേ അതിൻ്റെ വീലുകൾ കറക്കി നോക്കിയാൽ നമുക്ക് VSS വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് VSS അതായത് വെഹിക്കിൾ സ്പീഡ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ച് കൊണ്ടിട്ട് വണ്ടി ഗിയറിലിട്ട് മാറ്റിക്കഴിഞ്ഞാൽ VSS കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടോ. നമുക്ക് വെഹിക്കിൾ സ്പീഡ് സെൻസറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളുടെ ഈ മെഷീനിലൂടെ നോക്കാൻ പറ്റും പുതിയ വണ്ടികൾക്ക്. ഇനി നമുക്ക് അടുത്ത വണ്ടി നമ്മളുടെ ഹിമാലയാണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് നോക്കാം. അതും നമുക്ക് എന്തായാലും അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് കവറിൻ്റെ താഴത്തായിട്ടാണ് അതിൻ്റെ ചാവി വന്നിരിക്കുന്നത്. OBD കപ്ലർ നമുക്ക് കാണാം. ഫ്രണ്ട് സീറ്റിൻ്റെ താഴത്തായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ഈ ഒരു ബോൾട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട് വീൽ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് അതേ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞ് ശരി, നമ്മളുടെ വിഷയം OBD കപ്ലറാണ്. നമുക്ക് സെറ്റ് ചെയ്യാം. ഹിമാലയം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ലൈവ് ഡാറ്റ നമുക്ക് നോക്കാം. ഇതും സൂട്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള മെഷീൻ കൊണ്ടിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് കൊടുത്തു. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും ക്യാൻ പ്രോട്ടോക്കോളിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളുടെയും കപ്ലറുകൾ ഏകദേശം ഒരേപോലെ ആവുകയാണ് എന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെല്ലാം ഒരേ മോഡലുള്ള കപ്ലറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ക്യാൻ പ്രോട്ടോക്കോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. MAPയും RPM എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വെഹിക്കിൾ സ്പീഡ് സെൻസർ ഇതിനും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അതും നമുക്ക് ചെക്ക് ചെയ്യാം. ഗിയർ ഇട്ട് കൊണ്ടിട്ട് നമുക്ക് വീല് കറക്കി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. സെൻറ്റർ സ്റ്റാൻഡിലായിരിക്കണം വണ്ടി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വെഹിക്കിൾ സ്പീഡ് സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള സെൻസറുകൾ സ്ലീപ്പിംഗ് ആണോ എങ്ങനെയാണോ എന്നൊക്കെ നോക്കി ഓരോ സെൻസറുകളുടെ വേരിയേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു ABCD.